പറയേണ്ടത് ഇപ്പോൾ ഗഡ്കരി തുറന്നു പറയുന്നുണ്ട്. ഇത്തിരി വൈകിപ്പോയി എന്ന് വേണം പറയാൻ. എന്നാലും പറയേണ്ടതുപോലെ ഗഡ്കരി പൊതുവേദിയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് അസ്ത്രം തൊഴുത്തുവിടുമ്പോൾ ആർക്ക് നേരെയാണ് അസ്ത്രം തൊഴുത്തുവിട്ടത് എന്ന് മാത്രം ഗഡ്കരി പറയുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് നരേന്ദ്രമോദിക്കെതിരെ പലയിടങ്ങളിലും പല രീതികളിലും ഗഡ്കരി തുറന്നു സംസാരിക്കുമ്പോൾ ഒരിക്കലും മോദിയെയോ അമിത്ഷയെയോ എടുത്തെടുത്ത് പറയുന്നുമില്ല. എന്നാൽ അവർക്ക് കൊള്ളേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഗഡ്കരി ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി വാഗ്ദാനങ്ങൾ നൽകി പൊതുജനങ്ങളെ വഞ്ചിച്ചപ്പോൾ ഗഡ്കരി പറയുന്നത് ഇങ്ങനെയാണ്: വാഗ്ദാനങ്ങൾ നൽകുന്നവർ അത് പാലിക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ അത് നൽകാതിരിക്കുക, അല്ലാതെ പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവാതെയും ഇരിക്കുക. ഇങ്ങനെയാണ് ഗഡ്കരി പറഞ്ഞത്. പക്ഷെ ഇത് ആരെ കൊള്ളിച്ചിട്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. നിതിൻ ഗഡ്കരി അമിത്ഷയ്ക്കും മോദിക്കുമെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത സീറ്റിലിരുന്നതുമായി ബന്ധപ്പെട്ട് ഗഡ്കരിക്ക് മനം മാറ്റം വന്നുവോ എന്ന് വരെ ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ സത്യം ഇതാണ്: നേരത്തെ ദേശീയ അധ്യക്ഷനായിരുന്ന ഗഡ്കരി ശക്തമായിട്ടുള്ള നേതൃത്വ നിരയിലേക്ക് എത്തുവാനുള്ള കാരണവും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലെ മികവ് തന്നെയാണ്. മോദിയെയും അമിത്ഷയെയും വിമർശിക്കുന്നതിന് പിന്നിലും ആ മികവ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആം ആദ്മിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പ്രവർത്തകർ ചുമച്ചുകൊണ്ട് പരിഹസിച്ചപ്പോൾ ആ ചുമച്ചവർക്ക് നേരെ പൊതുവേദിയിൽ തന്നെ മറുപടി കൊടുത്ത ആളാണ് ഗഡ്കരി. ഗഡ്കരി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് മോദിയെയും അമിത്ഷയെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. ആ രീതിയിൽ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഗഡ്കരിയുടെ ഈ പരാമർശത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഉവൈസിയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഉവൈസി പറഞ്ഞത് ഇങ്ങനെയാണ്: അതായത് നരേന്ദ്രമോദിക്ക് മുന്നിൽ ഒരു കണ്ണട വെച്ചിരിക്കുകയാണ് ഗഡ്കരി എന്ന്. അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. സ്വന്തം ചെയ്തികൾ ഇനിയെങ്കിലും കാണാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളായിരിക്കും പാർട്ടിയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ് ഗഡ്കരി സൂചിപ്പിക്കുന്നതെന്നും ഉവൈസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉവൈസിയുടെ ട്വീറ്റ് ഇതിനോടകം തന്നെ വൈറലായതാണ്. എന്നാൽ ഗഡ്കരി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത രീതിയിലാണ് മോദിയും അമിത്ഷയും ഉള്ളത്. പാർട്ടിക്കകത്തെ ചില പ്രത്യാഘാതങ്ങളൊക്കെ തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വാദമെങ്കിലും ആ വാദമല്ല യഥാർത്ഥത്തിൽ ഗഡ്കരിയുടെ ഓരോ ആശയങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. പാർട്ടിക്കകത്ത് ജനവഞ്ചന നടത്തുന്ന ആളുകൾ ഉണ്ട് എന്നും അത്തരക്കാരെ തിരിഞ്ഞു പിടിച്ച് തിരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള മറുപടി നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ BJPക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഗഡ്കരിയുടെ വാദം. എന്നാൽ ഗഡ്കരി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും തയ്യാറായി തന്നെയുണ്ട്. 2014 വിജയം 2019 ഉണ്ടാവുകയില്ലെങ്കിലും എന്നാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള ശ്രമം പാർട്ടി നടത്തേണ്ടത് അത്യാവശ്യമെന്നാണ് ഗഡ്കരി പറയുന്നത്. BJPക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ് ഗഡ്കരിയുടെ പരാമർശങ്ങൾ കൊണ്ട് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.